അപ്പോൾ ഗൈസ് നമ്മൾ വന്നിരുന്ന സ്ഥലം കറക്റ്റായിരുന്നു. ഇവിടെ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് ചാടി ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോകണം. ഓക്കെ സെറ്റ് എത്തി. ഇതാണ് അപ്പം ഞാൻ പറഞ്ഞ സ്ഥലം. പാർക്കിൻ്റെ അവിടെ നമുക്കിതാ ഇങ്ങനെ നടന്ന് പയ്യെ ക്രോസ് ചെയ്ത് ഇതാ ഈ ഒരു ബാംബു മരത്തിൻ്റെയൊക്കെ മൂട്ടിൽ വന്ന് നിന്നിട്ട് നമുക്ക് അവിടെ പോകാൻ വേണ്ടി പറ്റും. അവിടെ പോകണമെങ്കിൽ നമ്മളിതാ ഇങ്ങനെ നടന്നിട്ട് ആ ദ്വീപിൻ്റെ മണ്ടയ്ക്ക് കയറി അങ്ങോട്ട് ക്രോസ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് അവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോകാം. ഇതേപോലെ ചെറിയൊരു വഴിയുണ്ട്. ഈ വഴി പയ്യെ ഇങ്ങനെ നടന്ന് ഇങ്ങനെ പോകണം. ഈ സ്ഥലം എന്തായാലും ഒരു വെറൈറ്റി ആയിട്ടുണ്ട്. തടി കാണാൻ പോസ്റ്റാണ് എന്തരാവട്ടെ പയ്യെ ചവിട്ടി കുറച്ച് വെള്ളത്തിലായി. വയസ്സ് അങ്ങനെ നമ്മൾ ദ്വീപിൻ്റെ എൻട്രിയിൽ എത്തിയിട്ടുണ്ട്. വയസ്സപ്പോൾ ഞാൻ പറയാം പാർക്ക് എന്ന് പറയുമ്പോൾ ഇതോ അവിടെയാണ്. ഞാൻ ഇങ്ങനെയാണ് കറങ്ങി ഇങ്ങനെ വന്നത്. സ്ഥലം നല്ല സെറ്റ് സ്ഥലമായിട്ടുണ്ട്. ഇവിടെ നിന്ന് പയ്യെ വലിഞ്ഞ് കഴിഞ്ഞ് കയറണം. ചർക്കി അടിച്ചാൽ നേരെ വെള്ളത്തിലാണ്. എപ്പോഴും ഇതാണ് ഡേഞ്ചർ. ഒമ്പോ വിഷയം. ഈ ഇടയ്ക്കിടെ ഞാൻ നോക്കി പോണ സ്ഥലം എല്ലാം സെറ്റ് സ്ഥലം കേട്ടോ. വാവ് ഗൈസ്, ഇതിനെ ദ്വീപ് എന്നാണ് പറയണത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ദ്വീപായിരിക്കുമല്ലോ. ഗൈസ്, ഇപ്പം ഞാൻ എത്തി നിൽക്കുന്ന സ്ഥലം എന്ന് പറയുമ്പം തിരുവനന്തപുരത്ത് അധികം ആർക്കും അറിഞ്ഞുകൂടാത്ത ഒരു ദ്വീപിലാണ്. ഈ ദ്വീപിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ കുറേ പാറയിലേക്ക് മണ്ടയിലുള്ള ദ്വീപാണ്. എൻ്റെ ഫ്രണ്ടിലോട്ടുള്ള വ്യൂ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് എന്താ പറയുക, പാറയുടെ ഇടയിൽ കൂടെ അതാ ഇങ്ങനെ കിട്ടില്ലായിട്ട് വെള്ളവും പോകണുണ്ട്, പിന്നെ കുറ്റിക്കാടും. അപ്പോൾ എന്തായാലും ലൊക്കേഷൻ കൊള്ളാം. പയ്യെ നടന്ന് ലൊക്കേഷൻ എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ നമ്മൾ ഡേഞ്ചർ ആയിട്ടുള്ള എക്സ്പ്ലോറിങ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നടത്തുന്നത്. കുറേ പാറയും കാര്യങ്ങളും നല്ല മുതുക്ക് പാറയാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ തന്നെ ഇതാ ഈ കാണുന്ന പാറയും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ പാറയുടെ ഇടയിൽ കൂടെ പോണ വെള്ളം, നല്ല തെളിനീര് പോലെയുള്ള വെള്ളവും അതിൻ്റെ സൗണ്ടും, പിന്നെ അതുപോലെ തന്നെ ഈ ചീടിൻ്റെതും അതുപോലെ തന്നെ ഈ ഓരോ കിളിയുടെ സൗണ്ടൊക്കെ കേൾക്കാൻ വേണ്ടി ഒരു പ്രത്യേക ഒരു വൈബാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല കുളിക്കാനൊക്കെ പറ്റിയ വെള്ളവും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ കുറേ ആൾക്കാർ വീണ് മുങ്ങിപ്പോയിട്ടുണ്ടെന്നൊക്കെയാണ് കേട്ടത്, അറിയാൻ വയ്യ. ജസ്റ്റ് ഒരു കേട്ടറിവാണ്. ഒരു നല്ലൊരു കുത്തൊഴുക്കൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് വീണ് കഴിഞ്ഞാൽ നേരെ അവിടെ പോയേ കിടക്കുള്ളൂ. അപ്പം സ്വല്പം ഡേഞ്ചർ ആണെന്നൊക്കെ തോന്നുന്നു. ഈ പാറയിൽ ഇവിടെ വരെ വന്നിട്ടുണ്ട്. ഇതോ അവിടെ നിന്നാണ് നമ്മളെ ദ്വീപിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ വന്നത്. ഇത് മൊത്തത്തിൽ ദ്വീപാണ്. ഇങ്ങനെയാണ് ഇറങ്ങി വന്നത്. ഭയങ്കരമായിട്ട് ഞാൻ കുറേ ചാടി വലിഞ്ഞ് കയറിയൊക്കെതാ ഒരുവിധം ഇവിടെ വരെ വന്ന് പാറയുടെ മണ്ടേ വന്ന് നിൽക്കുമ്പോൾ ഞാൻ ഒരു സാധനം കാണിച്ചു തരാം. അതാണ് ഇത് കണ്ട, ഇതേപോലെയുള്ള ഊട്ടയൊക്കെ ഉണ്ട്. സ്ഥലവും ലൊക്കേഷനൊക്കെ എക്സ്പ്ലോർ ചെയ്യണ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ വന്ന വഴി ചെറുതായിട്ട് തെറ്റിയെന്ന് തോന്നുന്നു. കാര്യം ഞാൻ ഈ പാറയിൽ വന്ന് കയറിയ വഴി കാണാനില്ല ഗൈസ്. ഞാൻ കുറേ നേരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് കറങ്ങിയാണ്, പക്ഷെ ഏത് വഴിയാണ് വന്ന് കയറിയെന്നൊരു പിടുത്തമില്ല. ഇവിടെയൊന്നും അല്ല, ഇതാണോ? ഇത് തന്നെ. ഇപ്പോഴാണ് ഒരു ആശ്വാസം വീണത്. അതാ ഈ വഴിയാണ് വന്നിങ്ങനെ കയറിയത്. നമ്മൾ ഈ പണ്ട് കഥകളിലൊക്കെ കേൾക്കണ ദ്വീപൊക്കെ ഉണ്ടല്ലോ, എന്ന് പറയുമ്പം ദ്വീപിലൊക്കെ എത്തിയതിനു ശേഷം വഴിയൊക്കെ തെറ്റിപ്പോവും. അതൊക്കെ മനസ്സിലുണ്ട്. അപ്പം അതൊക്കെ ഓർത്തെടുത്തപ്പോൾ ഞാൻ വെച്ച് ഇനി ഇവിടെ വന്നിട്ട് ഇനി വഴി തെറ്റിപ്പോയേ ഒന്നും അറിയാൻ വയ്യ. വേറെ വിഷയമൊന്നുമില്ല. അവിടുത്തെ ഒരു വ്യൂ സ്പോട്ടായിരുന്നു അത്. അത്യാവശ്യം ഇതിൻ്റെ മണ്ടേ നിന്ന് കഴിഞ്ഞാൽ ഒരു 360 ഡിഗ്രി ഇവിടുത്തെ ഒരു വ്യൂ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് ഒരു വ്യൂ ഉണ്ട്. അപ്പം ഞാൻ അതും കൂടെ ഒന്ന് കാണിച്ചു തരാം. വരണ വഴി ഇച്ചിരി ടാസ്ക് ആയിരുന്നു. അത് ഞാൻ ഒരു സ്ഥലത്തിൻ്റെ പേര് കൊടുത്തിരിക്കാം. ആ സ്ഥലത്ത് വന്നതിന് ശേഷം പിന്നെ കുറച്ചിങ്ങനെ കുത്തനെ ഇറക്കവും കയറ്റമൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഈരാറ്റുപുരം പാർക്ക് എന്ന് ചോദിച്ചു തന്നാൽ അപ്പോൾ ഇവിടെ എത്താൻ വേണ്ടി പറ്റും. ഇങ്ങനെയുള്ള സ്ഥലത്തൂടെയൊക്കെ നടക്കുമ്പോൾ സൂക്ഷിക്കണം. കാരണം ഇവിടെ നിന്ന് ഒരു കാര്യം ചർക്കി അടിച്ച് അവിടെ നിന്ന് വീഴും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ വല്ല പാമ്പ് പഴുതാരൊക്കെ കാണും, വല്ല കുളയട്ടേ കാണും. പുതിയൊരു സ്ഥലം കൂടെ ഞാൻ അൺലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സ്ഥലം സെറ്റ്. വരാൻ താല്പര്യമുള്ള ആൾക്കാർ ഉറപ്പായിട്ടും വരിക, പിന്നെ അതുപോലെ തന്നെ എക്സ്പ്ലോർ ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്തൊരു വ്ളോഗിൽ പുതിയൊരു സ്ഥലമായിട്ട് കാണാം. അതുവരേക്കും ടാറ്റാ.